ഹായ് മക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 4 ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതിലുള്ള ചാപ്റ്ററുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 4 ചാപ്റ്ററുകളാണ് നിലവിൽ അതിൽ ഉള്ളത്. അപ്പോൾ ഈ 4 ചാപ്റ്ററുകളെ കുറിച്ചും നമ്മൾ പതിയെ പഠിക്കും. ആദ്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ്. പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ നമുക്ക് എന്തായാലും അറിയാം. എന്താ പ്രോഫിറ്റ്, എന്താ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന 2 പദങ്ങളാണ് പ്രോഫിറ്റും ഒന്ന് ലോസും. ഒന്ന് ലാഭവും ഒന്ന് നഷ്ടവും. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പം എന്തായിരിക്കും ഇവിടെ പറയുന്നുണ്ടാവുക? നമുക്ക് എപ്പോഴാണ് ലാഭം ഉണ്ടായി എന്ന് പറയുക? ഞാനൊരു സാധനം 10 രൂപയ്ക്ക് വാങ്ങിച്ചു, ഞാനത് 15 രൂപയ്ക്ക് വിറ്റപ്പോൾ എനിക്ക് എത്ര രൂപ ലാഭം ഉണ്ടായി? 5 രൂപ ലാഭം ഉണ്ടായി അല്ലേ? നേരെ തിരിച്ച് ഞാനൊരു 10 രൂപയുടെ സാധനം 8 രൂപയ്ക്കാണ് വിറ്റത് എന്നുണ്ടെങ്കിലോ അവിടെ 2 രൂപ നഷ്ടം സംഭവിച്ചു അല്ലേ? ഇത് തന്നെയാണ് പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്ന 2 കൺസെപ്റ്റുകൾ വരുന്നത്. അപ്പം ഇവിടെ പറയുന്ന ആദ്യത്തെ വാചകമുണ്ട്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന വാചകമാണ്. എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് നോക്കൂ. കോസ്റ്റ് പ്രൈസ്, ദിസ് ഈസ് എ പ്രൈസ് ദാറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഇസ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ്. ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുകയോ വാങ്ങിക്കുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ആ സാധനത്തിലുണ്ടാകുന്ന ആർട്ടിക്കിൾ ഉണ്ടാകുന്ന പ്രൈസിനെയാണ് അവിടെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അവിടെ രണ്ടാമത് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഇസ് സോൾഡ്. എത്ര രൂപയ്ക്കാണോ ആ ആർട്ടിക്കിളിനെ ഞാൻ വിൽക്കുന്നത് ആ പൈസയാണ് എന്ത് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഓവർ ഹെഡ് ചാർജസ് എന്ന് പറയുന്ന ഒരു പുതിയ ടേം അവിടെ വന്നിട്ടുണ്ട്. ഓവർ ഹെഡ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മരം, ഞാനൊരു കട്ടിലൊക്കെ പണിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ മരം അങ്ങനെ കൊണ്ടുപോയിട്ട് കട്ടിലാക്കാൻ പറ്റില്ലല്ലോ. കട്ടിലിനൊക്കെ ചില സമയത്ത് നല്ല ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ പണിക്കൂലിയൊക്കെ എക്സ്ട്രാ വരാൻ സാധ്യതയല്ലേ? അങ്ങനെ വരുന്നതാണ് എന്ത് ഓവർ ഹെഡ് ചാർജസ്. സാലറി, റെൻറ്റ്, ചിലപ്പോൾ വാഹനത്തിന് വേണ്ട വാടക, ഇതെല്ലാമാണ് എന്തിലും ഉദ്ദേശിക്കുന്നത് ഓവർ ഹെഡ് ചാർജുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായ വാചകം നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് ഞാൻ അതിനെ 15 രൂപയ്ക്ക് വിറ്റു. 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, ഞാൻ 15 രൂപയ്ക്ക് അത് വിറ്റു. അങ്ങനെ പറയുമ്പോൾ ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 10 രൂപയാണ് അവിടെ എന്ത് വരിക? കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. ഈ കോസ്റ്റ് പ്രൈസിനെയാണ് നമ്മൾ CP എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാണെന്നാണ് പറഞ്ഞത്? 15 രൂപയ്ക്കാണ് ഞാൻ വിറ്റത് അല്ലേ? വിറ്റതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത്. അതാണ് SP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ 15 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താ? 5 രൂപ അവിടെ എനിക്ക് എന്തുണ്ടായി എന്നാ പറഞ്ഞ? ലാഭമുണ്ടായി. അവിടെ എനിക്ക് ഉണ്ടായത് എന്താണ്? പ്രോഫിറ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ടേംസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കോസ്റ്റ് പ്രൈസിനേക്കാൾ വലുത് വരിക. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ 15 ആയിരുന്നു, 15 വലുത്. ആരെക്കാട്ടിലും? കോസ്റ്റ് പ്രൈസ് 10 അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു 5 രൂപയാണ് എനിക്ക് ലാഭമുണ്ടായത്. എത്ര രൂപയാണ് ലാഭം ഉണ്ടായത്? 5 രൂപയാണ് ലാഭമുണ്ടായത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് എവിടുന്ന് 5 രൂപ കിട്ടിയേ? 15 നിന്നും 10 കുറച്ചപ്പോഴാണ് എനിക്ക് 5 കിട്ടിയത് അല്ലേ? ഇവിടെ 15 എന്ന് പറയുന്നത് എന്തായിരുന്നു? SP ആയിരുന്നു. SP-യിൽ നിന്നും 10 രൂപ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കുറച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? എൻ്റെ പ്രോഫിറ്റ് എമൗണ്ട്
ലഭ്യമായത്. അങ്ങനെയാണ് നമ്മളിവിടെ ആദ്യത്തെ ഫോർമുല, 2 കേസ് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് SP ഗ്രേറ്റർ ദാൻ CP ആവുകയും പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അത് രണ്ടും തമ്മിൽ കുറച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളൊന്നും കൂടെ ഇതേപോലെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു സാധനം 10 രൂപയ്ക്ക് വാങ്ങിച്ചു, ഞാനത് 8 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു സാധനം 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാനത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 8 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ആ 10 രൂപ എന്ന് പറയുന്നത് എന്തായിരുന്നു? 10 രൂപ എന്ന് പറയുന്നത് എൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരുന്നു. 8 രൂപയ്ക്ക് ഞാൻ വിറ്റു എന്ന് പറയുമ്പോൾ അതെൻ്റെ എന്ത് പ്രൈസാണ്? സെല്ലിംഗ് പ്രൈസാണ്. അതെൻ്റെ സെല്ലിംഗ് പ്രൈസാണ്. ഇവിടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 രൂപ എന്താണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്? നഷ്ടം സംഭവിച്ചു, ലോസാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ പറയാനാ സാധിക്കുക? ഇത് ലോസാണ് സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായത്? ഈ 10 രൂപയും 8 രൂപയും വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിനേക്കാൾ വലുതായിരുന്നു. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിനേക്കാൾ വലുതായിരുന്നു. അതുപോലെ തന്നെ എനിക്കിവിടെ 2 രൂപയാണ് നഷ്ടമുണ്ടായത് എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സബ്ട്രാക്ട് ചെയ്തു അല്ലേ? 10ൽ നിന്ന് 8 കുറച്ചു, അത്ര രൂപയാണ് എനിക്ക് നഷ്ടമുണ്ടായത് എന്നാ പറഞ്ഞത് അല്ലേ? അപ്പോൾ 10 - 8 എന്ന് പറയുന്നത്, ഇവിടെ 10 എന്ന് പറയുന്നത് എന്താണ്? 10 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസാണ്, -8 രൂപ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസാണ്. ഇതാണ് എന്ത് എന്ന് പറഞ്ഞത്? ലോസ്, നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ലാഭം, എന്താണ് നഷ്ടം എന്നായിരുന്നു. ഇപ്പം നമുക്ക് ലാഭം എന്താണ്, നഷ്ടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ചോദ്യം എന്താണ്? ഒരു മനുഷ്യൻ, മാൻ ബൈസ് ആൻ ആർട്ടിക്കിൾ for ₹300 and sells it for ₹900. Find the profit percentage. Profit or loss, sorry. ഒരു ആർട്ടിക്കിള് 300 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ 300 രൂപ എന്ന് പറയുന്നത് എന്താണ്? 300 രൂപയ്ക്ക് അയാൾ വാങ്ങിച്ചതാണ്. ആൻഡ് സെൽസ് ഇറ്റ് ഫോർ ₹900. അയാൾ 900 രൂപയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ 300 രൂപ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസും ഈ 900 രൂപ എന്ന് പറയുന്നത് എന്തുമായിരുന്നു? സെല്ലിംഗ് പ്രൈസുമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 300, 900 എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ 900 ആണ് കൂടുതൽ അല്ലേ? 300 രൂപയ്ക്ക് അയാൾ വാങ്ങിച്ച സാധനം 900 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലാഭം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്താ ഉണ്ടായിരിക്കണേ? അത് പ്രോഫിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതെന്താണ് ഉണ്ടായിരിക്കുന്നത്? അയാൾക്ക് ലാഭം മാത്രമേ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ നമുക്ക് മനസ്സിലാവും. ഇനി എത്ര രൂപ ലാഭം ഉണ്ടായത് എന്നാ പറഞ്ഞ്? ഈ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസ് അവിടെ എത്രയായിരുന്നു? 900 രൂപയായിരുന്നു. അതിൽ നിന്ന് 300 രൂപ അയാൾ കുറച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ ലാഭം ഉണ്ടായിട്ടുണ്ടാവുക? 600 രൂപ ലാഭം ഉണ്ടായിട്ടുണ്ടാവും എന്നാ പറഞ്ഞത്. എത്ര രൂപ ലാഭം ഉണ്ടായിട്ടുണ്ടാവും? 600 മണീസ് ലാഭം ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രാമൻ പർച്ചേസ്ഡ് എ കാർ ഫോർ ₹5 lakh. 5 ലക്ഷം രൂപയ്ക്കാണ് രാമൻ എന്ത് ചെയ്തത്? ഒരു കാറ് വാങ്ങിച്ചത്. ആൻഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ ₹4 lakh. അയാൾ ആ സാധനം 4 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. ഫൈൻഡ് ദ പ്രോഫിറ്റ് ലോസ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, അയാൾ 5 ലക്ഷം രൂപയ്ക്ക് ആ സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ 5 ലക്ഷം എന്ന് പറയുന്നത് ആ കാറിൻ്റെ കോസ്റ്റ് പ്രൈസാണ്. അയാൾ അത് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 4 ലക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ സെല്ലിംഗ് പ്രൈസാണ്.
അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, 4 ലക്ഷം 5 ലക്ഷം അല്ലേ, 5 ലക്ഷം രൂപയ്ക്ക് അയാൾ വാങ്ങിച്ച സാധനം 4 ലക്ഷം രൂപയ്ക്ക് അയാൾ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ ഉണ്ടായിരിക്കുന്നത്? നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഉണ്ടായിട്ടുള്ളത്? നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര രൂപ നഷ്ടം ഉണ്ടായി? 5 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം കുറച്ച പൈസ അയാൾക്ക് നഷ്ടമുണ്ടായി. നമ്മൾ ഓൾറെഡി ലോസ് കണ്ടുപിടിക്കാൻ ഫോർമുല പഠിച്ചിട്ടുണ്ട് കേട്ടോ. CP - SP എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഞാനിത് പറഞ്ഞില്ല എന്ന് മാത്രം. 5 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം കുറച്ചാൽ ബാക്കി എത്ര ലക്ഷമുള്ളത്? 1 ലക്ഷം രൂപ അയാൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ഇനത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാം. അവിടെ കുറച്ച് ഫോർമുലാസ് പറയുന്നുണ്ട്. നമുക്ക് ഓരോരോ കണക്ക് പറയുന്ന മുറയ്ക്ക് നമുക്ക് ഫോർമുലകൾ പറയാം, അതാണ് നല്ലത്. ഇനി ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, നോട്ട്. എന്താ അവിടെ പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആർ ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ കോസ്റ്റ് പ്രൈസ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. പ്രോഫിറ്റും ലോസും നമ്മൾ കണക്കാക്കുന്നത് എന്തിലാണെന്നാണ് പറയണത്? കോസ്റ്റ് പ്രൈസിലാണ്. അല്ലാത്ത വേറെ ഒന്നും ചോദ്യത്തിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും ഇല്ല അതിൽ കണക്കാക്കണം എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസിലാണ് കണക്കാക്കുന്നതാണ്. ഇഫ് ആൻ ആർട്ടിക്കിൾ ഇസ് സോൾഡ് അറ്റ് സർട്ടൈൻ ഗെയിൻ, സേ 45%, ഒരു സാധനം 45% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 145% ഓഫ് CP എന്നാണ് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 145% ഓഫ് CP എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ 145% എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒറിജിനൽ പ്രൈസ് ആണ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 100% വരിക. അത് 100%. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ 45% ലാഭത്തിനാണ് വിട്ടത് എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് അയാളുടെ ശരിക്കുള്ള കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ അയാൾക്ക് ഒരു 40% ലാഭം കിട്ടാൻ തരത്തിലാണ് വിറ്റത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ആവുന്നത് 100%. അതിൻ്റെ കൂടെ ഒരു 45% കൂടെ ചേർത്തിട്ടാണ് അയാൾ ആ സാധനം വിറ്റത്. അപ്പോൾ അതെന്തായി? 145%. അതെന്തായി? 145% അയാളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ. ഇനി അതേപോലെ തന്നെയാണ് ഇഫ് ആൻ ആർട്ടിക്കിൾ സോൾഡ് അറ്റ് എ സർട്ടൈൻ ലോസ്, സേ 25%, 25% നഷ്ടത്തിലാണ് വിറ്റത് എന്നുണ്ടെങ്കിൽ SP എന്ന് പറയുന്നത് 75% ഓഫ് CP എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഒറിജിനൽ സാധനം എന്ന് പറയുന്നത് 100%. അതിൽ നിന്നും അയാൾ 25% നഷ്ടത്തിലാണ് വിറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 100ൽ നിന്ന് 25% നഷ്ടത്തിൽ വിറ്റു അല്ലേ. അപ്പോൾ 25 കുറഞ്ഞില്ലേ? അപ്പോൾ ബാക്കി അവിടെ എത്രയുള്ളത്? 75% ഓഫ് CP എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള 2 ഫോർമുലകൾ എന്ന് പറയുന്നത്, ഒരു 2 ബേസിക് ഫോർമുലകൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. എന്ത് ഫോർമുലയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ്. ഇനി അതേപോലെ തന്നെ ഒരു ഫോർമുലയും കൂടെ പഠിച്ചു വയ്ക്കുക. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 100% ആണ്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ്. ഈ 2 ഫോർമുലയും അറിയണം. ഈ 2 ഫോർമുലയല്ല, നമുക്ക് ഇവിടെ ഒരു 5-6 ഫോർമുലകൾ അറിയാനുണ്ട്. അതിൽ അറിയേണ്ട ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഫോർമുലകളിൽ 2 പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കാനുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ പേഴ്സൺ ബൈസ് എ ടോയ്സ് ഫോർ ₹50. 50 രൂപയ്ക്ക് ഒരു ടോയ് വാങ്ങിച്ചു. ആൻഡ് സെൽ ഇറ്റ് ഫോർ ₹75. അയാൾ 75 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു? അത് വിറ്റു. വാട്ട് വിൽ ബി ദ ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു മനുഷ്യൻ
ഒരു ടോയ് വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 50 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഈ 50 എന്ന് പറയുന്നത് ആ ടോയുടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആൻഡ് സെൽ ഇറ്റ് ഫോർ ₹75 എന്ന് പറഞ്ഞാൽ ഈ 75 എന്ന് പറയുന്നത് അയാൾ വിറ്റ പൈസയാണ് അല്ലേ? അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ഞാൻ വാങ്ങിച്ചത് 50 രൂപയ്ക്കാണ്, ഞാനതിന് 75 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ലാഭം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അവിടെ പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര രൂപ പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്? 50-ൽ നിന്നും 75 കുറച്ച 25 രൂപ എനിക്ക് അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ലാഭം ഉണ്ടായിട്ടുണ്ട്. ₹25 എനിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ ലാഭം സംഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗെയിൻ പെർസെൻറ്റേജ് ആണ്, എന്ന് വെച്ചാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അവിടെ എന്താ പറയണത്? ഗെയിൻ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ളതിൻ്റെ ഫോർമുല എന്താണ്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗെയിൻ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100%. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 25 രൂപയാണ്. അതാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? അവർ 25 ഡിവൈഡഡ് ബൈ CP എന്ന് പറയണത് എന്താണ്? 50 ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. CP എന്ന് പറയണത് 50 ആണ്. ഇതാ കോസ്റ്റ് പ്രൈസ് 50 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇൻറ്റു 100%. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? 50% എന്നുള്ളത്. അതാണ് അതിൻ്റെ ആൻസർ വരും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. എ പേഴ്സൺ ബൈസ് എ സൈക്കിൾ ഫോർ ₹450 ബട്ട് ബിക്കോസ് ഓഫ് സർട്ടൻ എമർജൻസി ഹി സെൽസ് ഇറ്റ് ഫോർ ₹350. ഫൈൻഡ് ഹിസ് ലോസ് പെർസെൻറ്റേജ് എന്നാണ് പറയണത്. ഒരു മനുഷ്യൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 450 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 450 രൂപയാണ്. പക്ഷേ എന്തോ അർജൻസി കാരണം ഹി സെൽസ് ഇറ്റ് ഫോർ ₹350. അദ്ദേഹം അത് 350 രൂപയ്ക്ക് വിറ്റു. 350 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 350 രൂപയാണ്. അത് 350 രൂപയാണ്. ഫൈൻഡ് ഹിസ് ലോസ് പെർസെൻറ്റേജ്. എന്തായാലും നഷ്ടമാണല്ലോ, കാരണം 450 രൂപയ്ക്ക് വിറ്റ സാധനം 350 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ എത്ര രൂപ കുറച്ചിട്ടാണ് വിറ്റിരിക്കണേ? 100 രൂപ ലോസ് ആയിട്ടാണ് വിറ്റിരിക്കുന്നത്. അപ്പം നഷ്ടം എത്ര രൂപയാണ്? 100 രൂപയാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100 എന്നാണ്. ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ലോസ് എത്രയാ? 100 രൂപ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ? 480 രൂപ ഇൻറ്റു 100% ഈക്വൽ ടു അവിടെ ഈ 100/150 ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് 200/9 എന്ന് പറയുന്നത്. 200/9 ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് നമ്മൾ പഠിച്ചു. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും പഠിച്ചു. അങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയതാണ് എന്ത്? 22/2/9 എന്ന് പറയുന്ന ആള്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇത്ര നേരം എന്തിനെ കുറിച്ചായിരുന്നു? നമ്മളിതിൽ ആകെ നാല് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പ്രോഫിറ്റ്, ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്. താങ്ക് യു.